തലയിൽ ഒരു തട്ടമിട്ടാൽ അത് ഇസ്ലാമിക വസ്ത്രമായി എന്ന് ആരാണ് പറഞ്ഞത്? തലയിൽ ഒരു ഷാളുണ്ടെങ്കിൽ, തലയിലൊരു തട്ടമുണ്ടെങ്കിൽ ഏതു വസ്ത്രവും ഇസ്ലാമികമാകും എന്നാരാണ് ഈ സമുദായത്തെ പഠിപ്പിച്ചത്? ഇസ്ലാമിലെ വസ്ത്രം കൃത്യമായി പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതുമാത്രമാണ് ഇസ്ലാമിക വസ്ത്രം. മറ്റുള്ളതിന് എന്തെങ്കിലും പേര് നമുക്ക് വിളിക്കാം, അത് ഇസ്ലാമാണ് എന്ന് നമ്മൾ പറയരുത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, യുദിനീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവരുടെ ജിൽബാബുകൾ അവരുടെ ശരീരത്തിലേക്ക് താഴ്ത്തിയിടട്ടെ. ഇസ്ലാമിലെ പെണ്ണിന്റെ ഒരു വസ്ത്രം എന്ന് പറഞ്ഞാൽ അവരുടെ ശിരസിൽ അവർ ധരിക്കുന്ന വസ്ത്രം, ആ തുണി, അത് അവരുടെ ശരീരത്തിലേക്ക് താഴ്ത്തിയിടുന്ന രൂപത്തിലാണ്. അതിങ്ങനെ കെട്ടിവെക്കുന്ന രൂപത്തിലല്ല. സൗന്ദര്യ പ്രകടനത്തിനുള്ളതല്ല ഇസ്ലാമിലെ വസ്ത്രം. ഇന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ യൂട്യൂബ് ചാനൽ നോക്കാൻ, എങ്ങനെയാണ് പിന്നെ ഹിജാബ് ധരിച്ചാലും എങ്ങനെ സുന്ദരിയായിട്ട് ഒരുങ്ങാം, അതിന് ഒരുപാട് ചാനലുകൾ, ഹിജാബ് ട്യൂട്ടോറിയൽ. അവർ പറഞ്ഞു കൊടുക്കണതാ, നിങ്ങൾ ഹിജാബ് ഇട്ടാൽ സൗന്ദര്യം കുറയുന്നുള്ള പേടിയൊന്നും വേണ്ടതാ, ഞങ്ങളിതാ കുറേ വീഡിയോ ഇറക്കിയിട്ടുണ്ട്, ഈ രൂപത്തിൽ നിങ്ങൾ തുണി ചുറ്റിയാൽ നിങ്ങളുടെ സൗന്ദര്യം പ്രകടമാക്കും. എന്നിട്ട് 10ഉം 20ഉം പിന്നും പിടിച്ച് അരമണിക്കൂർ ഹിജാബിന് വേണ്ടിയിട്ട് ഒരുങ്ങാൻ വേണ്ടി മുസ്ലിം കുടുംബത്തിലെ സ്ത്രീകൾ സമയം മാറ്റി വെക്കാൻ. ഇസ്ലാമിലെ ഹിജാബ് ധരിക്കാൻ എന്തിനാണ് 10-15 മിനിറ്റ്? അവരുടെ മുഖമക്കന അത് ശരീരത്തിലേക്ക് താഴ്ത്തിയിടുക, അതാണ് ഇസ്ലാമിലെ ഹിജാബ്, അതാണ് ഇസ്ലാമിന്റെ വേഷം. അവിടെ ശൈത്താൻ പറഞ്ഞു കൊടുക്കാണ്, ആ ഹിജാബ് ഇട്ടാൽ നിന്റെ സൗന്ദര്യം പ്രകടാകൂല, അപ്പൊ ദാ ഈ കോലം കെട്ടിക്കോ. ഹിജാബ് തന്നെ ദാ ഇങ്ങനെ 100-200 മോഡലുണ്ട്, ഈ രൂപത്തിൽ ആയാൽ നിനക്ക് ആളുകളുടെ മുന്നിൽ നിന്റെ സൗന്ദര്യം പ്രകടിപ്പിക്കാം, സൗന്ദര്യത്തിനൊരു കൊട്ടവും പറ്റൂല. എന്നിട്ട് അത് കണ്ട് ആ കോലം കെട്ടി നടക്കുന്ന അവസ്ഥയിലേക്ക് മുസ്ലിം സമൂഹത്തിലെ സ്ത്രീകൾ മാറുന്നു.